കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പണ്ടൊക്കെ ഞാൻ ഹോസ്റ്റലൊക്കെ പഠിക്കുന്ന സമയത്തെ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്നിറങ്ങുമ്പം ഈ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പം എന്തോ ഒരു സന്തോഷമായിരുന്നു. എനിക്ക് മാത്രമല്ല പുറത്തൊക്കെയുള്ള എല്ലാവർക്കും ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങുമ്പോൾ അത് 2 ദിവസത്തേക്ക് പോയതാണെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കാൻ വേണ്ടി വന്നതല്ല, ഞാനൊരു യാത്രക്കൊരുങ്ങി വന്നതാണ് കേട്ടോ. ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. അപ്പം ഒരു ദിവസം നമ്മളവിടെ ഹൗസ് ബോട്ടിലൊക്കെ ചിലവഴിച്ച് വരാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്ന വഴിയാണ്. 1:15 നമ്മുടെ ട്രെയിനിൻ്റെ ടൈം. നമ്മുടെ നിർഭാഗ്യവശാൽ അത് 2 മണിക്കൂർ ലേറ്റാണ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നല്ല ചൂടുമാണ്, ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഇരിക്കുന്ന മനുഷ്യൻ എൻ്റെ പുന്നാര കെട്ടിയവൻ കാരണമാണ് നമ്മളിന്ന് ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്നത്. അങ്ങനെ ആ ട്രെയിൻ ടൈം ഒന്ന് ചെക്ക് ചെയ്താൽ മതിയായിരുന്നു, ലേറ്റ് ആണോ അല്ലയോ ഒന്ന്. അതാണ് ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത് കേട്ടോ. അപ്പം നീണ്ട 2 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ട്രെയിൻ ദേ വരുന്നുണ്ട്. നല്ല ഭംഗിയില്ല ഇങ്ങനെ പാളത്തെ കൂടെ ട്രെയിൻ ഇങ്ങനെ വരുന്ന കാണാൻ. അയ്യോ, അപ്പം നമ്മൾ കോഴിക്കോട് നിന്ന് ട്രെയിനിൽ കയറി ഞങ്ങൾ 4 പേരും കൂടെ ഓടി. നമ്മൾ വിചാരിച്ചത് നമ്മുടെ ബോഗി വരുന്നത് ലാസ്റ്റാണെന്നായിരുന്നു, പക്ഷെ അല്ലായിരുന്നു, ഫസ്റ്റായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇവിടം വരെ ഓടി കതച്ച് വന്ന് കയറി എന്ന് നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് നമ്മൾ പൊതിഞ്ഞ് നല്ല എന്താ പറയുക പൊതിച്ചോറായിട്ട് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. പിന്നെ നമ്മുടെ ചമ്മന്തി, ഉപ്പേരി, പിന്നെ മത്തിക്കറി ഇതൊക്കെയാണ് കൊണ്ടുവന്നത്. ഇങ്ങനെ ഇരുന്ന് ഓടുന്ന ട്രെയിനിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. സത്യം പറയാലോ, ഇതുപോലൊരു ജീവിതത്തിൽ കുടിച്ചിട്ട് ബാത്റൂമൊക്കെ ഭയങ്കര വൃത്തി കേടുമല്ല, എന്നാലും നല്ല വൃത്തിയുമില്ല. യൂസ് ചെയ്യാം. 8:30 കായംകുളം എത്തേണ്ട ഞങ്ങൾ ട്രെയിന് 10:30 കഴിഞ്ഞു ഗൈസ് എത്താൻ. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 10:00 നമ്മൾ ഇവിടെ കായംകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കിടന്നുറങ്ങി. ഇന്ന് രാവിലെ എഴുന്നേറ്റ് പിന്നെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. നമ്മളവിടത്തെ പോലെ തന്നെ ഇവിടെ ആമ്പൽക്കുളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രേച്ചി വളർത്തിക്കൊണ്ടിരുന്ന ആമ്പൽ ചെടിയാണ് ഇത്. അവിടുത്തെ സെയിം കളറാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനത് വിരിഞ്ഞ് കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഇതിനപ്പുറത്തൊന്നുണ്ട്, അത് ഒരു തരം പിങ്കാണ്. രണ്ടും ഉണ്ട് അവിടെ. എല്ലാവരും ഒരുമിച്ച് കണ്ട സന്തോഷത്തിൽ കഥയൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ മുറ്റത്തിരിക്കുക കേട്ടോ. എല്ലാവരും ഭയങ്കര ഫ്രീ ആണ്, ഭയങ്കര കംഫർട്ടാട്ടോ അവരുടെ ഒക്കെ കൂടെ. നമ്മുടെ പ്രിയേച്ചിൻ്റെ സ്പെഷ്യൽ കായംകുളം ദോശ കേട്ടോ. നമ്മുടെ ദോശനെ അപേക്ഷിച്ചിട്ട് കട്ടിയുണ്ട്, വലിപ്പവും കുറവാണ്, എന്നാൽ സോഫ്റ്റ്. നമ്മളപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കായംകുളം സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. ഈ കിച്ചണിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതേപോലത്തെ ഒരു ടേബിൾ നമുക്ക് കട്ട് ചെയ്യാം, വേണമെങ്കിൽ ഇരുന്ന് ഫുഡ് കഴിക്കാം, ഒക്കത്തിനും വേണ്ടിയിട്ട് ഒരു അടിപൊളി സ്പേസ്. ഇതാണ് ഈ കിച്ചണിൻ്റെ ഹൈലൈറ്റ്. പുതിയ പേര് കൊടുത്തു, ജഗ്ഗൂസ് ചിക്കൻ. നെയ്ച്ചോറിലേക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ സുരേഷ് സാറാണ്. എല്ലാം ഇവിടെയുള്ള ഫുഡ് ഫുള്ള് നമ്മുടെ ആർമി സ്റ്റൈലിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉള്ളവരൊക്കെ എന്താ പറയുക പട്ടാളക്കാരാണ്. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് ഇവരുടെ പട്ടാളം സ്റ്റൈൽ ഫുഡ് കഴിക്കാം.
ഇന്നത്തെ ദിവസം മാർച്ച് 8, അതായത് നമ്മുടെ വുമൻസ് ഡേ കൂടെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വുമൻസിനും ഇവർ റെസ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അടുക്കള ഇവരുടെ കയ്യിലായിരുന്നു. സോഫയിൽ പോയിരുന്ന TV കണ്ടോളാനൊക്കെ ഞങ്ങളോട് പറഞ്ഞു കേട്ടോ. നമ്മൾ ഇതിൽ മസാല ഇടാണ്. മസാല ഇട്ട് അപ്പോൾ നമ്മളെ ചിക്കൻ കറി റെഡിയായി. നമുക്ക് നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നെയ്ച്ചോറും സെയിം നമ്മളെ പട്ടാളക്കാർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറ് ആയിക്കൊണ്ടിരിക്കും. ഇതായിട്ടോ നമ്മുടെ പ്രിയേച്ചിക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. ഇച്ചിരി നാടുണ്ടെന്ന് തോന്നുന്നു. തൊട്ടപ്പുറത്ത് നമ്മുടെ വിജി ചേച്ചി. പിന്നെ കളിച്ചിരിക്കും തമാശക്കൊക്കെ ഒടുവിൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു. അതിനിടയ്ക്ക് ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. ബീഫൊക്കെ നല്ല പ്രിയേച്ചി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വയറ് നിറയെ ചിക്കനും നെയ്ച്ചോറും തട്ടി. ശേഷം ടെറസിലേക്ക് കയറി. അവിടെ നല്ല ചാമ്പൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. കുറേ കിട്ടി. അതൊക്കെ എടുത്ത് കഴിച്ചു. കാറ്റൊക്കെ കൊണ്ട് ടെറസിലിരുന്ന് കുറച്ച് സമയം ടൈം പാസ് ചെയ്തു ഞങ്ങൾ. ഇച്ചിരി വെയിൽ താണപ്പം ഞങ്ങൾ വീണ്ടും ഇറങ്ങി. അപ്പോഴേ നമ്മളിപ്പം നമ്മുടെ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മസ്ഥലത്താണുള്ളത്. അപ്പം നമ്മുടെ അമൃതപുരി കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ കാണാൻ വന്ന നമ്മുടെ അമൃതാനന്ദമയി ദേവിയുടെ ആശ്രമം ഈ കാണുന്ന കേട്ടോ. നിർഭാഗ്യവശാൽ നമുക്ക് ക്യാമറ ഇവിടെ അലൗഡ് അല്ല. അതുകൊണ്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമ്മൾ പോയിട്ട് അമ്മേനെ കണ്ടു, മാതാ അമൃതാനന്ദമയിനെ. പിന്നെ അനുഗ്രഹം വാങ്ങിച്ചു, പ്രസാദം കിട്ടി. അപ്പം അവിടെ ക്യാമറ ഒന്നും അലൗഡ് അല്ല. ഈവൻ അമ്മയുടെ അടുത്ത് ഫോൺ പോലും അലൗഡ് അല്ല. എന്തായാലും കണ്ടു. എന്താ പറയുക, നല്ല സന്തോഷമായി. അങ്ങനെ എന്നുവെച്ചാൽ ഇവൻ മോനുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് മോനെയും, അതായത് ചെറിയ കുട്ടികളെയും നമ്മുടെ കുറച്ച് പ്രായമായ ആൾക്കാരെയൊക്കെ പെട്ടെന്ന് തന്നെ അവരെയും കടത്തി വിടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോയത് സുഖമായിട്ട് പെട്ടെന്ന് പോയി. ഞങ്ങൾക്ക് അങ്ങനെ ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. ഒരുപാട് പേര് അമ്മേൻ്റെ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടു, തിരിച്ചു വന്നു. ഒരുപാട് സന്തോഷം. കുറച്ച് സമയം എല്ലാവരും കൂടെ ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തു. ഫോട്ടോസൊക്കെ എടുത്തു കുറേ. ഞങ്ങളവിടെ ഞങ്ങൾ പിന്നെ ഒരു ലൈം ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് കയറി. ലൈം ജ്യൂസും കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. സാറിനെ സ്ട്രോ തിന്നാണോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും കൂടെ കളിയാക്കുന്നുണ്ട്. കോഴിക്കോടിനെ അപേക്ഷിച്ചിട്ട് അവിടെ നല്ല ചൂടാട്ടോ. അങ്ങോട്ടേക്ക് ചൂട് കൂടുതലാണ്. എല്ലാവരുടെയും അടുത്തര സുരേഷ് സാറായിരുന്നു. ക്യാമറയുടെ ബാക്കിലിരുന്നിട്ട് എല്ലാവരും കളിയാക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ കുറച്ച് സമയം ആ ബ്രിഡ്ജിലൊക്കെ നിന്നു. എന്നിട്ട് ഇനിയിപ്പം നേരെ വീട്ടിലേക്കാണ്. നാളെ നേരത്തെ എണീക്കണം. ഞങ്ങൾക്ക് ഹൗസ് ബോട്ട് പോകാനുള്ളതാണ്. അപ്പം അടുത്ത വീഡിയോ നാളെ.